ഈ ഓണം എന്നാൽ ഒത്തുചേരലിൻ്റെ ആഘോഷമാണ്. അങ്ങനെ ഒരു സുന്ദരമായ മനോഹരമായ ഒത്തുചേരൽ നടക്കുന്ന ഒരു ഇടത്താണ് ഞാനുള്ളത്. കാസർഗോഡ് പാലായി എന്ന സ്ഥലമാണ്. അവിടെ തോട്ടത്തിൽ കുടുംബം അവർ ഈ ഓണനാളുകളിൽ അവർ ഒത്തുചേരുകയാണ്. ഒന്ന് രണ്ട് ആൾക്കാരല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ 100ഓളം ആൾക്കാരാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. സുന്ദരമായ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, ഈ ന്യൂക്ലിയർ ലൈഫിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ കൂട്ടുകുടുംബം അവരെല്ലാവരും ഈ ആഘോഷ നാളുകളിൽ എങ്കിലും ഒത്തുചേരുന്നത് വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അതിൽ ഈ മുതിർന്ന ആൾക്കാർ മുതൽ വളരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇവർ ഉത്രാട നാളിലാണ് ഒത്തുകൂടിയത്. കളിയും ചിരിയും പാട്ടുകളും അത്തരത്തിൽ മത്സരങ്ങളൊക്കെയായാണ് ഒത്തുകൂടിയത്. ഇപ്പോൾ ഏറ്റവും മുതിർന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം. വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണല്ലേ? മക്കളും പേരമക്കളും എല്ലാം ചേരുമ്പോൾ എല്ലാവരും കൂടി അതുകൊണ്ട് വളരെ സന്തോഷമായി. എല്ലാവരെയും പല ആൾക്കാരും എല്ലാ ദിവസവും അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഓണം വരുമ്പോഴെങ്കിലും കുടുംബമായിട്ട് കാണാൻ പറ്റി ഒരു വലിയൊരു സന്തോഷമായി. ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൾ വിജയിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. പേരക്കുട്ടികളെപ്പോഴൊക്കെ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അല്ലേ? ഈ ഇങ്ങനൊരു നിങ്ങളെല്ലാ ആഘോഷങ്ങളും ഇങ്ങനെ ഒത്തുചേരാറുണ്ടോ? ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ തോട്ടത്തിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള ഉത്രാടം നാളും. കഴിഞ്ഞ 3-4-5 വർഷമായിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും പല തിരക്കുകളും മാറ്റിവെച്ച് ഈ തറവാട് മുറ്റത്തിൻ്റെ അരങ്ങൊരുക്കുമ്പോൾ ഇതിൻ്റെ സന്തോഷവും അതോടൊപ്പം തന്നെ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഓരോ കുടുംബാംഗങ്ങളും ഈ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാറുണ്ട്. അത്തരമൊരു സുന്ദരമായിട്ടുള്ള നിമിഷത്തിൽ തന്നെയാണ് നാം എല്ലാവരും. എന്ത് തിരക്കായാലും ഓണത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഒത്തുചേരും. തീർച്ചയായിട്ടും ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാം ഐക്യപ്പെടലുമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം തന്നെയാണ്. ആ നിലയിൽ നമുക്കെല്ലാവർക്കും ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന ബന്ധുജനങ്ങളെ സംബന്ധിച്ചും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തം തന്നെയാണ് ഓണം നമ്മളെ സംബന്ധിച്ച്. പല സ്ഥലങ്ങളിലായിരിക്കുമല്ലോ നിങ്ങൾ, പലയിടങ്ങളിലായിരിക്കുമല്ലോ, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അവരെല്ലാം ഒത്തുചേരുന്നു, പല തലമുറയിലുള്ളവർ ഒത്തുചേരുന്നു. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും പല മേഖലയിൽ തന്നെ ഉള്ളവർ തന്നെയാണ്. നീലേശ്വരം മുനിസിപ്പാലിറ്റീൻ്റെ പരിധിയിലുള്ളവരുണ്ട്, കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കരിവള്ളൂർ കൗൺസിലർ കൂടിയാണല്ലേ? കരിവള്ളൂർ മേഖലയിൽ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാവരും ഒത്തുചേരുന്ന അപൂർവ ഒരു സന്ദർഭം തന്നെയാണ്. ആ ഒരു നിലയിൽ നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ 2 തലമുറ അപ്പുറമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും മക്കളും എല്ലാവരും ഒത്തുചേരുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട്. അമ്മമ്മ സന്തോഷമാണല്ലേ? എല്ലാ കുട്ടികളും എല്ലാവരും ഒപ്പരം ഓണാഘോഷിക്കാൻ പല തലമുറയിലുള്ളവരല്ലേ? ഇതൊരു ഭാഗ്യമാണ്. നമുക്ക് ജൻസിക്കാരോട് കൂടി ചോദിക്കണം. ഇതൊരു സത്യത്തിലൊരു അപൂർവമായ ഒരു കാഴ്ചയല്ലേ? അതിപ്പോൾ ഈ കാലത്ത് നമ്മൾ ഇത്തരം കൂട്ടുകുടുംബങ്ങളും കൂട്ടുകാരിലൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അതിനൊരു സൗഭാഗ്യം കൂടിയാണല്ലേ? ശരിയാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട് ഇവിടെ വന്ന് ആഘോഷിക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഓണം മാത്രമല്ല വിഷുവും ആഘോഷിക്കാറുണ്ട്. 4 വർഷത്തോളം ആയി നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. ഏകദേശം 2022 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളാണിത് ഡെക്കറേഷനും കാര്യങ്ങളും കുട്ടികൾ ബേസ്ഡാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുതിയ പ്രോഗ്രാംസ് ചെയ്യാനും അതിനൊരു സ്പേസ് നമുക്ക് തരുന്നത് തന്നെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധമാണ്. പല ഫാമിലിയിലും ഇല്ലാത്തതും ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ പലരും ഇപ്പം ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പം പലരും വിദേശത്തിലെ ആൾക്കാരുണ്ടാവും, ഒത്തുകൂടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം എങ്ങനെ ഉണ്ടാവണമെന്ന് നമുക്ക് ഈ അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്ന കുറേ പേരുണ്ട്, അവരൊന്ന് കാണാൻ പറ്റുന്നവർക്ക് ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമാണ്. ഞാൻ നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒത്തുചേരുന്നതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. മറ്റേ ഓണാഘോഷം പോലെയല്ലേ ഇതൊരു പ്രത്യേക? ഇതൊരു കുടുംബത്തിലെല്ലാം മൊത്തം ഇല്ലവരായില്ലേ, മുതിർന്ന ആളായി എൻ്റെ പേരമക്കളായി എല്ലാവരും കൂടി ഒത്തുചേരുന്നത് ഒരു സന്തോഷമാണ്. കസിൻസും എല്ലാവരും ഭയങ്കരമായ സന്തോഷം. ഒത്തുചേരലാണല്ലോ ഓണം അല്ലേ? അതെ. എന്തായാലും ഓണാണ്. ഒരു ഓണപ്പാട്ട് നിങ്ങൾ എന്തായാലും പാടണം. രസകരമായി അങ്ങ് പാടിപ്പോവാം. ആമോദത്തോടെ വസിക്കും
ഓണനാളിൽ ഒത്തുചേരലിന്റെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ തോട്ടത്തിൽ കുടുംബം നമുക്ക് കാണിച്ചു തരുന്നത്.